3 to 6 കുട്ടികളുടെ അപ്പാർ ഐ ഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കുട്ടിക്ക് സ്വന്തമായി ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അതായത് ആധാർ ഉള്ള കുട്ടികൾക്ക് മാത്രമേ നമുക്ക് അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആധാർ ഇല്ലാത്ത കുട്ടികൾക്ക് അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടിയുടെ ആധാർ നമ്പർ പോഷൻ ട്രാക്കറിൽ കുട്ടിയുടെ പ്രൊഫൈലിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തണം. അതായത് കുട്ടിയുടെ പേരിൽ തൊട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ ആധാർ നമ്പർ എന്നതിൻ്റെ താഴെ ഇതേ രീതിയിൽ ചൈൽഡ്സ് ആധാർ എന്ന് കാണുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. ഇനി അഥവാ ചൈൽഡ്സ് ആധാർ എന്നതിന് പകരം മദേഴ്സ് ആധാർ എന്നോ ഫാദേഴ്സ് ആധാർ എന്നോ ഗാർഡിയൻസ് ആധാർ എന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളുടെ പ്രൊഫൈലിൽ കുട്ടികളുടെ സ്വന്തം ആധാർ നമ്പർ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് കുട്ടിയുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ആധാർ നമ്പർ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്ന പ്രകാരം കുട്ടിയുടെ ആധാർ നമ്പർ നിങ്ങൾക്ക് കുട്ടിയുടെ പ്രൊഫൈലിൽ ചേർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കുട്ടിയുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ ഓപ്പൺ ആയിട്ട് വരും. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ നമുക്ക് അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന 3 to 6 ചിൽഡ്രൻ എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ട കുട്ടിയുടെ പേരിന് വലതുവശത്ത് കാണുന്ന 3 കുത്തുകളിൽ തൊടുക. അപ്പോൾ ഇതേ രീതിയിൽ ക്രിയേറ്റ് ഓർ റിട്രൈവ് അപ്പാർ ഐ ഡി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികളുടെ ഈ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ നിറം മങ്ങിയായിരിക്കും കാണാൻ സാധിക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികളുടെ സ്വന്തം ആധാർ അഥവാ ചൈൽഡ്സ് ആധാർ കുട്ടികളുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നിറം മങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ ആധാർ നമ്പർ കുട്ടികളുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ആധാർ നമ്പർ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പാർ ഐ ഡിയുടെ ഓപ്ഷൻ ഇതേ രീതിയിൽ ആക്റ്റീവായി കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ കുട്ടിയുടെ പേര്, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഇതേ രീതിയിൽ ഒരു കൺസെൻറ്റ് നോട്ട് കാണാൻ സാധിക്കും. അതായത് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ സമ്മതപ്രകാരം മാത്രമാണ് കുട്ടിയുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു കൺസെൻറ്റ് നോട്ടിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ചെറിയ ബോക്സിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു ശരിചിഹ്നം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ നിന്നും കൃത്യമായിട്ട് രക്ഷിതാവിൻ്റെ റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ച് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പേര്, നെയിം ഓഫ് പേരൻറ്റ് ഓർ ഗാർഡിയൻ എന്ന ഈ ഒരു കോളത്തിൽ ഓട്ടോമാറ്റിക്കായി വരുന്നത് കാണാം. അതായത് മദർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അമ്മയുടെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഫാദർ എന്നോ ഗാർഡിയൻ എന്നോ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി അഥവാ നമുക്ക് ഈ ഒരു പേര് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് UID എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊന്നും എൻ്റർ ചെയ്യേണ്ട. അതിനും തൊട്ടു താഴെയായിട്ട് ഒതൻറ്റിക്കേഷൻ ID നമ്പർ എന്നൊരു കോളം കാണാൻ സാധിക്കും. ഇവിടെ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ആധാർ നമ്പർ പൂർണ്ണമായും കൃത്യമായിട്ടും രേഖപ്പെടുത്തുക. അതായത് തൊട്ടു മുകളിലുള്ള കോളത്തിൽ മദർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അമ്മയുടെ ആധാർ നമ്പറാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇനി അഥവാ ഫാദർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അച്ഛൻ്റെ ആധാർ നമ്പറും, ഗാർഡിയൻ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ രക്ഷിതാവിൻ്റെ ആധാർ നമ്പറുമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു സക്സസ് സ്ക്രീൻ കാണാൻ സാധിക്കും. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കുട്ടിയുടെ 12 അക്ക അപ്പാർ ഐ ഡിയും കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ചൈൽഡ് അഡ്മിറ്റഡ് ടു സ്കൂൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ നേരെയായിട്ട് നോ എന്നും കാണാൻ സാധിക്കും, യെസ് എന്നും കാണാൻ സാധിക്കും. നമ്മൾ സ്കൂൾ ഗോയിങ് മാർക്ക് ചെയ്തിട്ടുള്ള കുട്ടികളെയാണ് നമുക്കിവിടെ യെസ് എന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ യെസ് എന്നാണ് കാണുന്നതെങ്കിൽ നമുക്ക് പിന്നീട് അത് എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ യെസ് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ പിന്നീട് വേറൊന്നും ചെയ്യേണ്ടതില്ല. തൊട്ടു താഴെ കാണുന്ന ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി ഇതേ രീതിയിൽ ഇവിടെ നോ എന്ന ഓപ്ഷനാണ് കാണുന്നത് എങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ കുട്ടിയെ സ്കൂളിൽ ചേർത്തിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ഒരു നോ എന്ന ഓപ്ഷനിൽ മാറ്റം വരുത്തേണ്ടതില്ല. ഏറ്റവും താഴെ കാണുന്ന ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി.
ഇനി അഥവാ കുട്ടിയെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ നമുക്കിവിടെ ഇതേ രീതിയിൽ നോ എന്ന ഓപ്ഷൻ തന്നെയാണ് കാണുന്നത് എങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ തൊട്ടു താഴെ കാണുന്ന ചേഞ്ച് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ യെസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലാണ് കുട്ടിയുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നീട് അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത കുട്ടിയുടെ പേരിൽ തൊട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ അപ്പാർ ഐ ഡി എന്നതിൻ്റെ നേരെയായിട്ട് കുട്ടിയുടെ 12 അക്ക അപ്പാർ ഐ ഡി നമ്പർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാത്തൊരു കുട്ടിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ അപ്പാർ ഐ ഡി എന്നതിൻ്റെ നേരെ നോട്ട് അവൈലബിൾ എന്നായിരിക്കും കാണാനും സാധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുടെ അപ്പാർ ഐ ഡി ക്രിയേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.